ഹായ്, ഞാൻ ഡോക്ടർ അമിത. ഇത് ഡോക്ടർ പ്രിയദർശിനി. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോണത് എല്ലാവർക്കും അറിയാൻ വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ അബ്നോർമാലിറ്റീസ് മിസ് ചെയ്യപ്പെടുന്നത്? അതെ. ഇതിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അൾട്രാസൗണ്ട് ഒരു പുതിയ ടെക്നോളജിയാണ് അല്ലെ, പുതിയ ടൂളാണ്. പക്ഷെ ഇപ്പൊ അത് വളരെ പോപ്പുലറാണ്. അൾട്രാസൗണ്ട് ഇല്ലാണ്ട് പ്രഗ്നൻസിയുടെ ബാക്കി ഒരു ടെസ്റ്റും ഇല്ലാത്ത ഒരു രീതിയിലാണ്. പക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ അൾട്രാസൗണ്ട് ഒന്നും ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അൾട്രാസൗണ്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ അൾട്രാസൗണ്ട് ചെയ്യാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഒരു എക്സ്റേ എടുത്ത് നോക്കും, കുട്ടി ബ്രീച്ചാണോ ട്വിൻസ് ആണോ എന്നൊക്കെ ഒരു സംശയം തോന്നുമ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും. അതിലപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുമ്പോൾ ചിലപ്പം അതും അത്ര ഈസിലി അവൈലബിൾ ആയിരുന്നില്ല അൾട്രാസൗണ്ട്. പക്ഷെ ഇപ്പം അത് വളരെ പോപ്പുലറായി. മെഷീൻസ് ഇമ്പ്രൂവ് ചെയ്തു, ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തു. കുറേ കാര്യങ്ങൾ നമ്മൾ അൾട്രാസൗണ്ടിൽ എന്തൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തപ്പം ഇപ്പോൾ അൾട്രാസൗണ്ട് ഇല്ലാണ്ട് ഒന്നും നമ്മൾ ചെയ്യണേ ഇല്ല. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് വിസിറ്റ് മുതൽ തന്നെ നമ്മൾ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അല്ലേ ചെയ്യണത്. അപ്പം എന്താണ് അമിതർക്ക് പറയാനുള്ളത് ഇതില്? മാഡം, എത്ര എക്സ്പേർട്ട് ആയാലും എത്ര നല്ല മെഷീൻസ് ആയാലും ദർ ആർ ലിമിറ്റേഷൻസ് അല്ലേ? ഇപ്പൊ സപ്പോസ് നല്ല തടിയുള്ള ഒരു പേഷ്യന്റ് ആണ്, അതായത് അബ്ഡോമിനൽ വാൾ തിക്നെസ് നല്ലോണം കൂടുതലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്കൊക്കെ അറിയാം ഇത് സൗണ്ട് വേവ്സ് ടിഷ്യൂവിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെയാണ്. അപ്പം ആ സൗണ്ട് വേവ്സിന്റെ പാസേജ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഭാഗങ്ങൾ കാണാനുള്ള ക്ലാരിറ്റിയും കുറയും. പിന്നെ അതേപോലെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞ് കമന്ന് കിടക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ നേരെ നിന്നാൽ നമ്മളെ മുഖവും ഹാർട്ടും ഒക്കെ നേരെ മലർന്ന് കിടക്കുകയാണെങ്കിൽ മുഖവും ഹാർട്ടും ഒക്കെ ശരിക്ക് കിട്ടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പുറത്തേക്ക് നിന്നാൽ നമുക്ക് എങ്ങനെയാ അത് കാണാൻ പറ്റുക? അതുപോലെ തന്നെയാണ് സ്കാനിങ്ങിന്റെ സമയത്തും കുഞ്ഞിന്റെ പൊസിഷൻ അനുസരിച്ച്. അത് ഓഫ്കോഴ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്ത് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഈ എന്താ പറയാ, പുവർ പെനിട്രേഷൻ ഓഫ് സൗണ്ട് വേവ്സ് അത് ഒരു നമ്മുടെ സ്കാനിന്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതൊരു കാരണം അമിത പറഞ്ഞ മാതിരി. പിന്നെ നമ്മളുടെ ടൈം ഒരു ഫാക്ടറാണോ? ഏതെങ്കിലും ചില സമയത്താണ് ചിലത് കാണുക, ചിലപ്പം ചിലത് തീർച്ചയായും പലരും ഇപ്പൊ പറയാറുണ്ട് 5ാം മാസത്തെ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് മുന്നേ ഞങ്ങൾ 2-3 സ്കാൻ ചെയ്തു ഡിറ്റക്ട് ചെയ്തില്ല എന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൂരത്തുനിന്ന് നമ്മൾ ഒരു മനുഷ്യൻ വരികയാണെന്ന് വിചാരിക്കുക, അപ്പൊ നമുക്ക് ഒന്നും അറിയില്ല. അതായത് ഒരു ചെറിയൊരു രൂപം അവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് തുടക്കത്തിൽ കുഞ്ഞിന്റെ കാര്യവും. അതായത് ഒരു ചെറിയൊരു എംബ്രിയോ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ആള് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് കണ്ണ്, മൂക്ക് അതൊക്കെ അറിയാൻ പറ്റും. കുറച്ച് കഴിയുമ്പം എന്ത് കളർ പാന്റ് ഷർട്ടാണെന്ന് മനസ്സിലാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫേഷ്യൽ ഫീച്ചേഴ്സ് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് കുഞ്ഞ് വലുതാവുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ക്ലിയർ ആയി വരിക. അപ്പൊ തന്നെയാണ് ഓരോ ഭാഗങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും 5ാം മാസത്തിൽ തന്നെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അനോമലി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. കാരണം കുട്ടി വലുതായിക്കൊണ്ടിരിക്കുക. ചില ഭാഗങ്ങളുടെ, അതായത് കൊടല്, ബ്രെയിൻ പോലെയുള്ള ഭാഗങ്ങളുടെ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. ബ്രെയിനിന്റെ വളർച്ച ആക്ച്വലി 2 വയസ്സ് വരെയൊക്കെയാണ്. അപ്പൊ ആ സമയത്തായിരിക്കും ചിലപ്പോ അപ്പൊ ഈവൺ 5 മാസത്തെ സ്കാനിങ്ങിൽ തന്നെ ചില സമയത്ത് ചിലപ്പോ കണ്ടുപോകുന്നു വരില്ല ചില കാര്യങ്ങള്. ചിലപ്പോ അത് ലേറ്റ് ഓൺസെറ്റ് പ്രോബ്ലംസ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അതേമാതിരി വളരെ ഏർലി നമ്മൾ സ്കാൻ ചെയ്യണതും കാരണം കൊണ്ട് നമ്മളിപ്പോ ഏർലി ആയിട്ട് പ്രഗ്നൻസി ഒരു അബോർഷൻ ആവണതിന് മുമ്പേ അബോർഷൻ ഉണ്ട് അതൊക്കെ മനസ്സിലാവും. അതെ, അതേമാതിരി എക്ടോപിക് പ്രഗ്നൻസി റപ്ചർ ആവണതിന് മുമ്പേ കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ അൾട്രാസൗണ്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് അല്ലെ. പക്ഷെ എല്ലാത്തിനും അതിനായ ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ഈ അനോമലി അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, യൂസസ് ഉണ്ടോ? തീർച്ചയായും നമുക്ക് ഡെലിവറി എപ്പോ നടക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു നമ്മൾ വളർച്ചക്കുറവ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സിവിയറിറ്റി നമുക്ക് അൾട്രാസൗണ്ട് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എത്ര നാള് കുട്ടി അമ്മയുടെ വയറ്റിൽ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്രയും അധികം ഈ വളർച്ചക്കുറവുള്ള കുട്ടികൾ മരണപ്പെടുന്നത് നമ്മൾ ആ സമയം കഴിഞ്ഞിട്ടും പിന്നെയും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ടൈമിംഗ് ഓഫ് ഡെലിവറി അതും അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി വേറെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടാവും ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്ത, അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റാത്ത വല്ല പ്രോബ്ലംസ് ഉണ്ടാവും? തീർച്ചയായിട്ടും. എന്ന് വെച്ചാല്
ചിലപ്പോൾ അന്നനാളക്കുഴലും വയറും തമ്മിലുള്ള കണക്ഷൻ, അത് അന്നനാളക്കുഴലും ട്രക്കിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സീരിയസ് ആയ പ്രോബ്ലം ആണ് ആക്ച്വലി. അപ്പം അത് നമുക്ക് ചിലപ്പം മനസ്സിലായിക്കൊള്ളണം എന്നില്ല. കാരണം കുട്ടി കിടക്കുന്ന വെള്ളം കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അപൂർവമായിട്ട് ചിലപ്പം വേറെ ചില ലക്ഷണങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവാൻ പറ്റും. പക്ഷെ 100% ഡയഗ്നോസിസ് പോസ്റ്റ് ഡെലിവറി തന്നെ പറ്റുള്ളൂ. പിന്നെ അതേപോലെ ചില കണ്ടീഷൻസ് ഉണ്ട്, ഹാർട്ടിന്റെ കൊയാക്ടേഷൻ ഓഫ് അയോട്ട, അല്ലെങ്കിൽ അനോമലസ് പൾമണറി വീനസ് കണക്ഷൻ. ഇതൊക്കെ പോസ്റ്റ് ഡെലിവറിയെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ചെറിയ ചെറിയ ഹോളുകൾ ചിലപ്പോൾ സ്കാനിങ്ങിൽ കാണാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നത് മിക്കവാറും കുഴപ്പമുണ്ടാവില്ല, അത് തനിയെ അടഞ്ഞു പോണതായിരിക്കും. പിന്നെ അതേപോലെ കുട്ടിക്ക് ചിലപ്പം ചെറിയ ചെറിയ ഒരു ചെവി ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെവി മടങ്ങിയിരിക്കുക, പിന്നെ ചെറിയൊരു ഡിംപിൾ പോലെയുള്ള മുറിച്ചുണ്ട്, ചെറിയൊരു അതെല്ലാം ഈ ഇങ്ങനത്തെ മൈനർ സോഫ്റ്റ് മാർക്കർ ഇത് അൾട്രാസൗണ്ടിൽ ചിലപ്പോൾ മിസ് ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ മെയിൻ ആയിട്ട് അൾട്രാസൗണ്ടില് അനോമലി സ്കാൻ അല്ലെങ്കിൽ അനോമലീസ് ഡിറ്റക്ട് ചെയ്യണതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ടു അസസ് സിവിയറിറ്റി, അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം നല്ലോണം സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും അത്ര വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം വരാറില്ല. അപ്പം അതാണ് മെയിൻലി മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ ചില അനോമലീസ് പ്രശ്നമുള്ളതായിരിക്കും, ചില പ്രശ്നങ്ങൾ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ചിലത് എന്താ വെച്ചാൽ കണ്ടുപിടിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ചിലതൊക്കെ ബൈ ബർത്ത് വരുന്നതാണ്, അത് നമ്മൾ ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഫേസിന്റെ ഷേപ്പ്, അതെ അതെ, ഫേഷ്യൽ ഡിസ്മോർഫിസംസ് 100% നമുക്ക് ഒരിക്കലും അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയില്ലേ, അയ്യോ കുട്ടി ജനിച്ചപ്പോ മുഖം ഇങ്ങനെയാ, ഇത് എന്തുകൊണ്ട് സ്കാനിൽ കണ്ടില്ല? അത് പറ്റില്ല സ്കാനിൽ കാണാൻ. അതുകൊണ്ടാണ്. അൾട്രാസൗണ്ടിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. താങ്ക് യു.